മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ പുറത്ത്. കാറുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. ഈ രീതിയിലാണ് പാത അന്ന് തകർന്നു വീണത്. അത്ഭുതകരമായാണ് നിരവധി ആളുകൾ അന്ന് രക്ഷപ്പെട്ടത്. ആളുകൾ ബഹളം വയ്ക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശബ്ദങ്ങളായി കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ദേശീയപാത ഇടിഞ്ഞു വീഴുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. അത്ഭുതകരമായാണ് വലിയ അപകടം ഒഴിവായത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. ഏതായാലും ആ തകർന്ന പാത പുനർനിർമ്മിക്കുന്നതിനുള്ള മറ്റു നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നു. സ്വാലി കൂടി ചേരുകയാണ്. സ്വാലി, ദേശീയപാത ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായിട്ടാണ് ഒരു വലിയ അപകടം ഒഴിവായി പോയത്. ഭാഗ്യം കൊണ്ട് മാത്രമേ അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മനു, തീർച്ചയായും ആ ദൃശ്യങ്ങൾ ദേശീയപാത തകർന്നു വീണതിന് ശേഷം പിന്നീട് എടുത്ത ദൃശ്യങ്ങളാണ്. അതിന് മുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി ഒരു ഭാഗം തകർന്നു വീണതിന് ശേഷം അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റു ഭാഗത്തെ കോൺക്രീറ്റ് ബീമുകൾ JCB ഉപയോഗിച്ച് തട്ടിക്കളയുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. ആളുകൾ വലിയ തോതിൽ പ്രതിഷേധവുമായി ആ സമയത്ത് നിന്നിരുന്നു. ഈ ഒരു അപകടം സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ അപകടം സംഭവിക്കുമെന്നൊരാശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആവശ്യത്തിന് ബലം നൽകാതെയാണ് ഇത് നിർമ്മിച്ചത് എന്ന വലിയ പരാതി നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം ഇവിടെ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും അത് നവീകരണ പ്രവർത്തനങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മെയ് 31-ന് ഈ റീച്ചിൻ്റെ ഉദ്ഘാടനം നേരത്തെ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അത് നടക്കാൻ സാധ്യതയില്ല. ഇത് നവീകരണം ഉൾപ്പെടെ ഏത് കമ്പനിയാണ് ഇനി നടത്തുന്നത് എന്നത് സംബന്ധിച്ചതും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മനു, ഈ KNRL നിലവിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അവരെ ഡീബാർ ചെയ്തു, കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന നടപടിയൊക്കെ ഇന്നലെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ സ്വാലി, മറ്റൊരു കാര്യം, കേന്ദ്രം കൂടി ഒരു വിദഗ്ധ സംഘത്തെ, IIT പ്രൊഫസറുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സംഘത്തെ നിയമിച്ചിട്ടുണ്ടല്ലോ. ആ സംഘം കൂടി വന്ന് പരിശോധിച്ചതിന് ശേഷമാണോ ഇതിൻ്റെ നവീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ? മനു, ഈ തകർന്ന് വീണ ഭാഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാവുന്ന മുറക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇപ്പോൾ ആളുകളൊക്കെ, പൊതുവെ ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടത് ഫ്ലൈ ഓവറായി നൽകണം എന്നതാണ്. ഇത് പില്ലറുകളിൽ കയറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് വേണ്ട, ഇവിടെ തന്നെ ആവശ്യത്തിന് ബലം നൽകി വലിയ കോൺക്രീറ്റ് നൽകി നിർമ്മിച്ചാൽ മതി എന്ന വിദഗ്ധ സംഘത്തിൻ്റെ ഉപദേശവുമുണ്ട്. അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളായിരിക്കും നടക്കുക. ഏതായാലും മെയ് 31-ന് 99% പണിയും പൂർത്തീകരിച്ചതാണ് മലപ്പുറം ജില്ലയിലെ 2 റീച്ചുകളും. ഈ 2 റീച്ചുകളും KNR തന്നെയാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വയലിലൂടെ കടന്നു പോകുന്ന ഭാഗത്തെല്ലാം, എടരിക്കോടാണ്, കൂരിയാട് ഭാഗത്താണ് ഇടിഞ്ഞു വീണത്. പക്ഷേ തലപ്പാറയിലും മമ്മാലിപ്പടിയിലുമൊക്കെ വലിയ വിള്ളലുകൾ, വലിയ നീളത്തിലുള്ള വിള്ളലുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ വയലിൽ മണ്ണ് തെന്നി മാറുകയും ഇതിൻ്റെ ഭാരം കാരണം ഇത് താഴേക്ക് ഇരുന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇത് മഴ കൂടിയാൽ വലിയ അപകടമുണ്ടാവും എന്ന ഒരു ആശങ്ക ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മനു,
ശരി, ഏതായാലും ആ ദേശീയപാത തകർന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. മറുഭാഗത്ത് ദേശീയപാത അതിന്റെ നവീകരണം അത് എത്രയും വേഗം ഇപ്പോൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദഗ്ധ സംഘങ്ങളുടെ പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഏതായാലും വലിയൊരു ആശങ്ക നമ്മുടെ മുൻപിൽ ഉണ്ടാക്കിയിട്ടുണ്ട് KNRന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തകർന്നു വീണത്. ഏതായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാസം 31 ഈ റീച്ചിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ അതെന്തായാലും നടക്കില്ല എന്ന് ഏകദേശം വ്യക്തത വന്നിരിക്കുന്നു. കാരണം ആ സമയത്തേക്ക് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും പൂർത്തിയാകില്ല. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ആ സമയത്ത് ഉണ്ടാകില്ല. വിവരങ്ങളാണ് സ്വാലിഹ നമുക്ക് നൽകിയത്. മറ്റു